ഇതെന്നാ സാധനം എന്നറിയോ? ഇതാണ് മിസ്റ്ററി ബോക്സ്. മിസ്റ്ററി ബോക്സ് അല്ലടാ, മിസ്റ്ററി ബോക്സ്. മിസ്റ്ററി ഇതിലെന്നാ ഉള്ളതെന്നറിയോ? എനിക്കും അറിയില്ല. തുറന്നു നോക്കിയാലേ അറിയുള്ളൂ. പത്തിലാട്ടുണ്ട് ഇത്. ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. എനിക്കല്ല, എനിക്ക്. കാരണം കഴിഞ്ഞ മാസം 30-ാം തീയതി എന്റെ ബർത്ത്ഡേക്ക് അങ്ങ് ദൂരെ മലേഷ്യന്ന് കൊടുത്തയച്ച സാധനമാണ് ഇത്. കൊടുത്തയച്ച ആള് 30-ാം തീയതി ഇത് എന്റെ കൈമലേക്ക് കറക്റ്റ് എത്തുന്നാണ് വിചാരിച്ചത്. പക്ഷെ 1-ാം തീയതിയാണ് ഗൈസ് ഈ സാധനം എന്റെ കൈമിൽ എത്തിയത്. ഫെബ്രുവരി 1-ാം തീയതി. 2-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതായത് ഇത് തുറക്കാൻ പോകുന്നത്. ഇതിന്റെ ഉള്ളിൽ എന്തായാലും എടുത്ത് നോക്കണം. ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ഒരു കാരണം വെച്ചാലും അയക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അയച്ചോന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ എന്താണെങ്കിലും എനിക്ക് ഒരു പ്രശ്നമില്ല. ഇനി വല്ല കല്ലോ ബോംബോ എന്ത് വെച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം എന്റെ ബർത്ത്ഡേക്ക് ഇതുപോലെ ഒരു പെട്ടിയിൽ ബോംബെങ്കിലും കൊടുത്തേക്കാൻ എനിക്ക് തോന്നിയല്ലോ. ഞാൻ ബോംബല്ല ഉദ്ദേശിച്ചത്, ഇൻകേസ് ബോംബ് ആണെങ്കിൽ എന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്തായാലും ബോംബൊന്നും കൊടുത്തേക്കൊന്നുമില്ല, എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. അപ്പൊ ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു രീതിയുണ്ട്. ആ രീതിയിലൂടെ ചെയ്യുമ്പോഴാണ് അതിനൊരു രസമുള്ളൂ. ഓക്കെ, കത്തി വേണല്ലേ? കത്തി എവിടെ? ഇന്ന് ഞാൻ ഇതിന് ഓപ്പറേഷൻ ചെയ്യും. ഉമ്മാന്റെ മീൻ മുറിക്കുന്നത് നല്ല നാറ്റുണ്ട്. ഇതിപ്പോ എവിടുന്ന് തുറക്കൂ? ഇതിന്റെ തെറ്റം കാണുന്നില്ലല്ലോ ഗൈസ്. ഞാൻ ഒരു പെട്ടിന്റെ മുകളിലാണ് ഈ പെട്ടി വെച്ചിട്ടുള്ളത്. എന്റെ ക്യാമറയിലെ ലെൻസിങ് ഒക്കെ അറിയാം. വളരെ ദൂരത്ത് വെച്ചാൽ ഇത്രയും കാണുള്ളൂ, അടുത്ത് വെച്ച ഒരു തേങ്ങയും കാണൂല. അതുകൊണ്ട് അങ്ങ് കണ്ടത്തിൽ ക്യാമറ വെച്ചിട്ടാണ് പെട്ടിന്റെ മുകളിൽ ഈ പെട്ടി വെച്ചിട്ടാണ് ഈ പെട്ടി തുറക്കാൻ പോകുന്നത്. ഓക്കെ, എനിക്കറിയില്ല, ഞാൻ വളരെ എക്സൈറ്റിംഗ് ആണ്. മൂർച്ചയില്ലാത്ത തീട്ടം വരെ മുറിയാത്ത കത്തി. ഇതിനെ കൊണ്ട് ഈ സുനാപ്പി മുറിയുന്നില്ല. മുഞ്ചി ഫസ്റ്റ് തന്നെ ഫ്ലോപ്പ് ആയി. എന്നാൽ നമുക്ക് ഇവിടെ നേടുന്നെങ്കിൽ കുത്തി തുറന്ന് കീറാം. 6.5 hours later. ഫസ്റ്റത്തെ ചാക്കിന്റെ കവർ കീറി തുറക്കാൻ തന്നെ ഞാൻ തളർന്നു. ഐ ആം എക്സോസ്റ്റഡ്. വളരെ സാറ്റിസ്ഫൈഡ്. 2000 years later. Oh my God, വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ആ ഫസ്റ്റത്തെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണെങ്കിൽ അടി ഇതിൽ കുറെ സാധനം ഉണ്ട്. എന്തെല്ലാം സാധനം നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? ഇതിൽ കുറെ അധികം സാധനങ്ങളുണ്ട്. ഓക്കെ, ഇതിലൊരു കത്തുണ്ട്. കത്തൊന്ന് വായിച്ചു നോക്കാം. പ്രിയപ്പെട്ട എന്റെ വെക്ടറിന്, ഞാൻ നിങ്ങളെ വളരെ അധികം സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കുറെ നാളായി ആഗ്രഹിക്കുന്നു. എന്താ ഇത്? ഓക്കെ, ഈ ഒരു സ്മോൾ ഗിഫ്റ്റ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, തീർച്ചയായും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ ഞാൻ എന്റെ ഹാർട്ട് വെച്ചിട്ടുണ്ട്. ഇതിലാ? അപ്പൊ ഇതില് ഹാർട്ട് വെച്ചിട്ട് ഹാർട്ടിലാണോ നടക്കുന്നത് എന്ന് വെക്ടറിന്റെ സ്വന്തം ലവ്. ഇതെന്താ സംഭവം ഒന്നുമില്ല. ഇതൊരു ഉടായ്പാണ്. ഇതില് കാലിപ്പേജാണ്. ഇത് എന്റെ ക്രിയേറ്റിവിറ്റി ആണ്. ഇത് എങ്ങനെയുണ്ട്? ഞാനൊന്ന് കിടക്കട്ടെ. സംഭവം എങ്ങനെയുണ്ട്? സെറ്റില്ലേ? സർപ്രൈസ് ആയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വരുമ്പോ ഞാൻ തിരിച്ചങ്ങോട്ട് സർപ്രൈസ് ആയിട്ട് ഒന്ന് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഇതിപ്പോ തന്ന അയാൾ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് പേടിച്ചു വെച്ചിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ ഒരു കത്ത് വെച്ചിട്ടില്ലല്ലോ, പിന്നെ എടുത്ത് ഇങ്ങനെ ഒരു കത്ത് വന്നേ. എങ്ങനെയുണ്ട്? സംഭവം സെറ്റല്ലേ? നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാം. നല്ല സ്മെല്ലുണ്ട്. ഇതിൽ കുറെ സാധനങ്ങളുണ്ട് ഗായ്സ്. നമുക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല, കുറെ സാധനം ഉണ്ട്. ഇനി ഈ സുനാപ്പിന്റെ ആവശ്യമില്ല. വെറുതെ ഒരു ഷോപ്പ്, പട്ടി ഷോപ്പ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അങ്ങ് ദൂരെ മലേഷ്യയിൽ നിന്നാണ് ഇത്രയും സാധനങ്ങൾ എനിക്ക് അയച്ചിട്ടുള്ളത്. ആദ്യമായി ചോക്കോ കിഡ്സ്. മുട്ടായി. ഇത് കുറച്ചുണ്ട് തിന്നാം. ഇവിടെ വെക്കട്ടെ. ഓരോന്ന് നമുക്ക് ഇവിടെ വെക്കാം. ഇതെന്താ സാധനോ? അത്യാർത്ഥത്തിലിടുന്ന കല്ലോ? ഇത് മറ്റേ മുട്ടായി, ചോക്ലേറ്റിന്റെ. നല്ലോണം തിന്നുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിയ ആളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇതെന്താ? ഇത് വേറെന്തോ തിന്നുന്നേ. ഇതിൽ കുറെ തിന്നുന്ന സാധനങ്ങളുണ്ട്. ഞാൻ ഇനി തിന്ന് മരിക്കും. ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് വലിയ ചോക്ലേറ്റ് മുട്ടായി. സ്കൂള് പൂട്ടാനായി. എല്ലാവർക്കും സ്കൂൾ പൂട്ടുന്ന സമയത്ത് പണ്ടൊക്കെ ഇങ്ങനെ ഒരേന്റെ സൈഡിൽ ചെറിയ തുണിയൊക്കെ വെച്ച് ചന്ത കെട്ടിയിരുന്നു. ആ ചന്ത കെട്ടിയിട്ട് വിൽക്കാൻ മാത്രമുള്ള സാധനങ്ങളുണ്ട് ഇവിടെ. സ്കൂളൊക്കെ പൂട്ടുന്ന സമയത്ത് ചന്ത ഉണ്ടാക്കി മുട്ടായി വിറ്റ് നടന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇത്രയും മുട്ടായി എനിക്ക് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ഇതൊക്കെ മറിച്ച് വിറ്റാലോ വിചാരിക്കുന്നു. ചുമ്മാ പറഞ്ഞതാ. ഇതൊക്കെ ഞാൻ ഒറ്റക്ക് തിന്നു, ഒറ്റക്ക്. ഇനി എടുത്തത് എന്താണ്? ഇതെന്താ സാധനം? സ്ട്രോബെറി കാൻഡിലോ. എന്താ മോനെ ഉദ്ദേശോ? എന്റെ ഉദ്ദേശം ശരിയില്ലല്ലോ. വാലന്റൈൻസ് ഡേയും കൂടി കണക്കാക്കി തന്ന പോലെ ഉണ്ടല്ലോ. കാൻഡി, അത് സ്ട്രോബെറി. കൊള്ളാം, നല്ല മണമുണ്ട്. ഓ,
ഡ്രസ്സാണ് ജാക്കറ്റ് പോലത്തെ എന്തോ ഒരു ഡ്രസ്സാണ്. നമുക്ക് കുറച്ച് എന്റെ തുറന്നു നോക്കാം. അത് അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ് ഇതാ പിന്നെ മറ്റേ സാധനം ലേസ് പോലത്തെ സാധനം ഡിങ് ഡോങ്. എന്റെ പേരാണ് ഡിങ് ഡോങ്. ഡിങ് ഡോങ് ഇരുന്ന് തിന്നും. വാവ്, വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു. കണക്കാക്കി തന്നതാന്ന് തോന്നുന്നു. സത്യം പറയും റെഡ് കളർ ഇവിടെ സ്ട്രാപ്പ്. സത്യം പറയും എന്നാലും മുട്ടായല്ലേ, മുട്ടായി ഞാൻ തിന്നു. മുട്ടായില്ലേ? ഇത് മുട്ടായ ഞാൻ തിന്നോളൂ, ഫുള്ള് തിന്നോളൂ, പേടിക്കണ്ട. ഞാൻ നല്ലോണം തിന്നുന്നതാണ് കണ്ടറിഞ്ഞിട്ടാന്ന് തോന്നുന്നത്. ഇത്രയും മുട്ടായി. അയ്യോ വീണ്ടും ലവ് ഇറ്റ്. ഓക്കെ നൈസ്, മുട്ടായില്ലേ, തിന്നോളൂ. ഇനി അടുത്തത് വീണ്ടും എന്റെ ഫേവറേറ്റ് സാധനമാണ് ഗൈസ്, ടിക്കറ്റ്. ഓ ഇതിൽ എന്നെ ഒരുപാട് ക്ലോത്ത് ഉണ്ട് ഗൈസ്, ടീഷർട്ട്. ഓക്കെ ഇത് ഞാൻ ഇപ്പൊ ഇടുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടോളൂ. പിങ്കിൾസ് ഇതെല്ലാം കണ്ട കാലം മറന്ന്. ഞാൻ സത്യം പറഞ്ഞാലോ കണ്ട കാലം മറന്ന്. ഞാൻ ഒറ്റ തിന്നോട്ടെ, നിങ്ങൾക്ക് വിഷമം തോന്നൂലല്ലോ. സത്യം പറഞ്ഞാൽ ഒറ്റ ഒന്നേ തിന്നുള്ളൂ. ഒറ്റ കഷ്ണം. നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് കൊതിയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഒറ്റ കഷ്ണം. നേരത്തെ സെയിം മുട്ടായി ചോക്കോ കിഡ്സ്, താങ്ക് യു. ഇത് ഹലോ പാണ്ട, ഇതും വേറെ മുട്ടായി. ഇത് ഫുള്ള് മുട്ടായാണ് ഗൈസ്. പിന്നെ വീണ്ടും ക്ലോത്ത് ഉണ്ട്. ഓ എന്റെ ടേസ്റ്റ് വളരെയധികം അറിയാം. ഒരു കുറച്ച് ഇട്ടോക്കണം. ഇത് ഞാൻ ചൊറിയും കുത്തിയിരിക്കുന്നത് നല്ലോണം അറിയാം, അതുകൊണ്ട് തന്നെയാണ് ഇത്. ചൊറിയും കുത്തിയിരിക്കുന്ന സമയത്ത് പൊളിച്ച് തിന്നാൻ വേണ്ടിയിട്ട് അറിഞ്ഞോണ്ട് അയച്ചതാണ് ഇത്. ഓക്കെ താങ്ക് യു. ഇതെന്താ സാധനം? ഇത് മറ്റേ ചെറിയ കുഞ്ഞുങ്ങള് ബേബിക്കൊക്കെ ഇതാക്കുന്ന പമ്പേഴ്സ് അല്ലേ ഇത്? ഇല്ല, ഇത് മുഖമൊക്കെ തുടക്കുന്ന സാധനോ. കുളിക്കലും നനക്കലും ഇല്ലാന്നും മനസ്സിലായി. എന്ത് ചെയ്യാൻ, എന്നെ പറ്റി എല്ലാം പഠിച്ചിരിക്കുന്നു. ഇതെന്തെന്നാ ചോക്ലേറ്റ് ക്രീം. ഓ ഇത് മറ്റേ സാധനം. ഇപ്പുറത്ത് ചോക്ലേറ്റ് ഉണ്ടാവും, ഇപ്പുറത്ത് ഒരു മുക്കി തിന്ന സാധനം ഉണ്ടാവും. എന്നിട്ട് ഇതെടുത്തിട്ട് ഇതിലിങ്ങനെ കോഴിട്ട് ഇങ്ങനെ തിന്നു. ഇങ്ങനെ കോഴിട്ട് ഇങ്ങനെ തിന്നു. മാറ്റി വെക്കട്ടെ. വൈറ്റ് ടീഷർട്ട് അല്ല, പ്രിന്റ്. നാറൂട്ടോ, ഒബീട്ടോ. ഓ ഇപ്പുറം വലിയ പിക്ചർ ഉണ്ട്. ഓ മൈ ഗോഡ്, ദിസ് വേൾഡ് ഈസ് കംപ്ലീറ്റ്ലി വർത്ത്ലെസ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ കണ്ടമാന എനിമ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നേ വരെ എനിമേന്റെ ഒരു പ്രിന്റുള്ള ടീഷർട്ട് മാറ്റിട്ടില്ല. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഇത് ഞാൻ കുറച്ച് മിനിറ്റ് ഇട്ട് നോക്കാം. ഇതെന്താ ലോലിപോപ്പോ? എന്നെ കുന്നനാക്കി കളഞ്ഞല്ലോ. ലോലിപോപ്പ് എല്ലാം മായിച്ചാന്നിട്ട്. ആ ചെറിയ കുട്ടിയൊന്നുമല്ല കേട്ടോ, എന്നാലും സാരിയില്ല. മൂഞ്ചി തിന്നോളൂ. ഇതെന്താ? ഇത് മറ്റേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ശരിക്കും ചന്ത തുടങ്ങാനുള്ള സാധനം ഉണ്ട്. സത്യം പറഞ്ഞിട്ടാണ്. ഇത് മറ്റേ ജെല്ലി മുട്ടായില്ലേ, ആ സാധനം. ചന്ത തുടങ്ങാൻ ശരിക്കും പറഞ്ഞല്ലോ, അതൊക്കെ സാധനം ഇതിന്റെ ഒത്ത്. ഗൈസ് നമ്മളെ പെട്ടിയിലെ ലാസ്റ്റത്തെ സാധനം സ്റ്റിൽ മുട്ടായി. നമ്മളെ പെട്ടിയിലെ ഓൾമോസ്റ്റ് നമ്മളെ മിസ്റ്ററി ബോക്സിലെ സാധനം കംപ്ലീറ്റ് തീർന്നിരിക്കുകയാണ് ഗൈസ്, കാലിയായി. അപ്പൊ ഗൈസ് എനിക്ക് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ഒരു വീഡിയോ ജസ്റ്റ് ഓർമ്മക്കായിട്ട് എടുത്തു വെച്ചാളെന്ന് വിചാരിച്ചു. ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നാ പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.